അസ്സലാമലൈക്കും ചങ്ങായിമാരെ, ഞാൻ ഞങ്ങളെ സ്വന്തം പോകും. അപ്പം നമ്മളെ ഇന്നത്തെ യാത്ര എവിടേക്കാ പറ? ആദ്യം ഹംപി ഐവി ആണ് നമ്മളെ കോളേജിന്. കോളേജിന്റെ മുന്നിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ രാത്രി ആയിട്ട് 6 മണി പറഞ്ഞു, 6 മണി കഴിഞ്ഞ് 7 മണി പറഞ്ഞു, 7 മണി കഴിഞ്ഞ് 8 മണി. ഇപ്പം എത്രയാണ്? 8 മണി ആയിട്ടുണ്ടോ? 8 മണി ആകാൻ പോകുന്നു. ബസ് വന്നിട്ടുണ്ട്, ബസ് കാണാൻ നമുക്ക്. ഇതാണ് മക്കളെ ബസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പാട്ടൊക്കെ ഇട്ട് ഗംഭീരമായിട്ടാണ് ബസ് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് കിടന്ന അവിടെ ആ പൊട്ടണ അയാ അത് കത്താത്തടാ. കണ്ടുകൊണ്ടിരുന്നുണ്ട്. നമ്മളെ ലഗേജ് വെക്കാൻ വന്നിരിക്കുകയാണ്. ഡിക്കുറന്ന് എന്താ ഡിക്കിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടല്ലോ സാധനം. ഇതിനുള്ളിലാണ് പഠിച്ചവനെ നമ്മളെ ബാഗ് കയറാൻ പോണത് കണ്ടോ. നമ്മൾ നേരം വെളുത്തിൻ്റെ ഞങ്ങൾ എല്ലാ ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുത്തു. നമ്മൾ നടക്കുകയാണ്. ഫ്രഷാൻ വേണ്ടി ചാടിയെല്ലാം എന്താ പറയാനല്ലേ. ഇന്നത്തേക്ക് ചത്തു. അത്രക്കും ചാടി കളിച്ചു. പോയി തൊണ്ടയില്ല, മേലില്ല. അതിനൊരു മല കയറാൻ പോണേ. അതാ രസം. ഇതിന് മല കയറാൻ പോണേ. പക്ഷെ ഇവിടെ അപ്പോഴേക്ക് ചത്തും ചെയ്തു. ലോഡ്ജ് കയറിയുണ്ട്. 28, 29, 14 എന്നാൽ റൂമുകളെ ഫ്രഷ് ആവണ്ടേ. 14 അടിയത്തെ ഫ്ലോറിലുണ്ട്. സെക്കൻഡ് ഫ്ലോർ വന്നുള്ളത് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഹൈ നമുക്കിവിടെ ഫ്രഷ് ആവാനുള്ള നമ്മൾ ഫ്രഷ് ആവാനുള്ള റൂം തപ്പി നടക്കുകയാണ്. 28, 29, 14 അല്ലടാ ഇതൊക്കെ 24, 10 ഇതൊക്കെ വേറെ ആരതോ ആണ് റൂമുകൾ. ഇവിടുന്ന് പോവല്ലേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 14 പഠിച്ചു. 14 അത് ഗേൾസിനാണോ കയറുന്നത് കേട്ടോ. ആണോ നമ്മളുടെ കുറച്ചാണ് തുറക്കണേ. പിന്നെന്താ അത് തുറക്കാൻ അത്ര മണി. ഹായ് ഗായ്സ്, എല്ലാവരും ഉണ്ടോ ഗായ്സ്? നാലോ 28, 29, 14 എന്താണ് എനിക്ക് പല്ലൊക്കെ മാത്രമേ ഉള്ളൂ. നമുക്കെന്താ ഗേൾസിനൊക്കെ ഇറങ്ങി കിട്ടാൻ പണി. പോവാനൊന്നുമില്ല. പോകാനുള്ള വേഗം പൊക്കോളാം. അല്ലേ അപ്പൊ നമ്മളിപ്പോ നമ്മള് രാവിലെ എവിടെയാണ്? ഹംപിയിലാണ്. ഹംപിയിൽ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്രഷ് ആയിട്ട്. ഈ ബാക്കിന്റെ കാഴ്ചകൾ ഉടനെ ബാക്കിലായിട്ടാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, ഈ ലോഡ്ജിൽ നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ. ഇവിടെയാണ് ഉള്ളത് ഫുഡ് കഴിക്കാനുള്ളത്. ക്യൂ നിന്നിട്ട് വേണം. ഇവിടെ ക്യൂ നിന്ന് വേണം സാധനം എടുക്കാൻ. കണ്ടോ ഇതാണ് ഫുഡ്. വരി അയക്കണ. താങ്ക് യു.
കിട്ടിയിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് അവിടെ ഇരുന്നാലാ? ഓ നമ്മളെ വേണ്ട ആയിക്കോട്ടെ. കേക്ക് പമ്പം ഫുഡ് കഴിക്കാനായി. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫുഡ്. ഉണ്ടോ? സെറ്റപ്പ് തന്നെയല്ലേ? പറ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം പറ. അത് തന്നെ നീ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ടേസ്റ്റ് ചെയ്താ ഓരോന്നും കഴിക്കടാ. കഴിച്ചിട്ട് പറ, അഭിപ്രായം പറ. ഇവിടെ ആൾക്കാർക്ക് ഇനി കാണാനുള്ള ഇവിടെ അമിനും അഫ്താബൊക്കെ മെയിനായിട്ടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വ്ളോഗ് കണ്ടിട്ടാണ് ഓർക്ക് ആസ്വദിക്കേണ്ട വ്ളോഗ് എന്ന് പറഞ്ഞായിരുന്നു. ആ ബാക്കിയോ ഈ സാധനം പറയണ്ടല്ലോ, ഉപ്മാവ് അങ്ങനെ എന്തോ ഇവിടെ എന്താ പൂരി അങ്ങനെ ഉണ്ട്. പൂരി അങ്ങനെ ഉണ്ട്. കോഫി ഉണ്ട്, ചായ ഉണ്ട്. അനു 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 അഭിപ്രായം പറ. ഹായ് അല്ല അഭിപ്രായം പറയാനുണ്ട്. ഫുഡിനെ കുറിച്ച് റിവ്യൂ പറ. ഇന്നങ്ങനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്താ സാധനം? റവേൻ്റെ ഉണ്ടാക്കിയ റവയാണ്. അതിൻ്റെ ഉള്ളിൽ ഉപ്മാവ് പോലെ കണ്ടിട്ടുള്ള സാധനം അറിയില്ല. കൊള്ളാം, നല്ല പ്രശ്നമില്ല. അമ്പിയിലെ സ്പെഷ്യലാണ്. ഉണ്ടാണ് ഗെയിം പീസൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് ഇതാനും കൊള്ളാം. വീട്ടിൽ ചട്നിയും കൂടി ഒരു പിടി പിടിക്കട്ടെ. ചട്നി കൊള്ളാം. ചട്നി എല്ലാവരും ഉണ്ടല്ലോ. ചട്നി ഇഷ്ടം. ഇനി അടുത്തത് ഇതാ പൂരി 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 ഒരു പിടി. എല്ലാം വലിയ നോക്കുകയാണ്, നല്ലതാണ്. ഞാൻ കഴിക്കട്ടോ. പറടാ പറ. ഇനി ഇവിടുന്ന് എത്ര ഉണ്ട് അമ്പിയിലേക്ക് കാണാനുള്ള സ്ഥലത്തേക്ക്? നമ്മളെ ലൊക്കേഷനിക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്ത് ലൊക്കേഷനിക്ക് പോകണം. നമ്മൾ വിരുപക്ഷയ്ക്ക് 1 മണിക്കൂർ. 1 മണിക്കൂർ ഇവിടുന്ന്. ഇതിപ്പോൾ എവിടെ സ്ഥലം? ഇതിപ്പോൾ അമ്പി ടൗണ്. അമ്പി ടൗൺ അമ്പിൻ്റെ ഏതൊരു ഭാഗത്ത്. ഇവിടുന്ന് ഇനി 1 മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലെത്താം. പോയേക്കാം. എന്നാ പോരെ. നമ്മൾ ഹംപിയിലെത്തിയിട്ടുണ്ട്. ഹംപിയിലെത്തിയിട്ട് നമ്മളിങ്ങനെ ആ ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ പേര് പറയും. ഫോട്ടോഗ്രാഫർ പേര് ഫറാൻ പേര് പറഞ്ഞ മോശം പരിപാടി കേട്ടോ. സോറിടാ, ഞാൻ പബ്ലിക്കലി സോറി പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ആക്കി നിൽക്കുന്ന ആരെ വരുന്നേ? വേറെ രണ്ടെണ്ണം കൂടിയിട്ട് ഇതോ ഇത് ഞാൻ ഇന്നലെ ഇട്ടതാ. നല്ല ഡാൻസുകൾ കണ്ടിട്ടുണ്ടാവും. അതേ സെയിം സാധനമാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യണം. ഏതായാലും വെയിലത്ത് നടക്കാനുള്ളതാ. പിന്നെ നിങ്ങൾ മാറ്റിയില്ലേ? എല്ലാ തണ്ടികളും മാറ്റി. എല്ലാ തണ്ടികളും മാറ്റി. എല്ലാ തണ്ടികളും വേറെ ചെറിയ തണ്ടി. അമ്പലത്തിലേക്ക് പോവാണ്. പ്രശസ്തമായ ഒരു അമ്പലത്തിലാണ്. ഗൈസ് നമ്മളിപ്പോ പോകുന്നത് ഒരു പ്രശസ്തമായ വലിയ അമ്പലത്തിലേക്കാണ്. കണ്ടോ ഗൈസ്, ബിഗ് അമ്പലം. ഫുഹാദുണ്ട്, അഫ്സലുണ്ട്, നമ്മളെല്ലാ ടീമും ഉണ്ടായിരുന്നു ഗൈസ്. ഞാനല്ല ഗൈസ്, നമ്മൾക്ക് നേരെ ഒരു പശു വരുന്നു ഗൈസ്. ഫുഹാദിന് നേരെയാണ് പശു വരുന്നത്. അപ്പൊ പടാരം നമ്മൾ നടന്നോണ്ട് ഇത് എത്ര എൻട്രൻസ് അതിനില്ല. ബാക്കിലൊന്നും കണ്ടു, ഇവിടെ ഒന്ന് ഇതാ വീണ്ടും ഉണ്ട്. ഗഡ്സ് ആണ് കേട്ടോ. എന്ത് ഇവിടെ പറയാം, വലിയൊരു സംഗതി കാണുന്നു. എന്താപ്പോ സ്റ്റൈലാന്ന് ബാം വന്നേ ഇട്ടൊന്നേ വെയിറ്റ് ആക്കുന്ന ബാ എല്ലാവരും കൂടി അവിടെ കൂടിയിട്ടുണ്ട്.
ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് നമ്മുടെ ഗ്യാങ്ങാണ്. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. കൂട്ടം തെറ്റാൻ പാടില്ലല്ലോ. അങ്ങനെ രീതിയിൽ നമ്മുടെ ചെങ്ങമ്മരെ നമുക്ക് കാണിച്ചു തരാം. ഇത് 2 മൈന്തകൾ. ഒരു ഹായ് പറ. വിരൂപാക്ഷ ടെമ്പിൾ കണ്ടില്ലേ? എന്ത് ടെമ്പിള്? വിരൂപാക്ഷ ടെമ്പിൾ. ഓ പേരൊക്കെ ഉണ്ടല്ലോ. ഭാഗ്യം ഒരാളെങ്കിൽ വിരൂപാക്ഷ സ്വാമി ക്ഷേത്രം. ഒരാൾക്കെങ്കിൽ അറിയാലോ പേര്. അപ്പം പേര് ഉണ്ടാണ്. ആ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാലോ നിങ്ങളെ വീഡിയോയിലുണ്ടാകുമ്പോൾ. കാർത്തികണ്ണോ ഒരു ഹായ് പറ. നമ്മളെ അഫ്താബൊക്കെ കാണേണ്ടി പറഞ്ഞിട്ട് അമീനൊക്കെ പറഞ്ഞ മെയിനായിട്ട് നമ്മളെ വ്ളോഗ് കണ്ടിട്ടാണ് ഇതാവുന്നത്. ഹായ് മാം. ഷാറോണ്ട് ചോദിച്ചോ? വ്ളോഗാണ്, യൂട്യൂബിലുണ്ടാകും. നീ പറയണ്ടോ? നീ അടി വാങ്ങി ചോദിച്ചു വാങ്ങോ. ഇതാണോ ഇതിൻ്റെത്? ഹായ്. ശ്രീ വിരൂപാക്ഷ സ്വാമി ഓ രഥോത്സവം. അല്ല ഇത് വായിക്കാൻ എന്നോട് പറയരുത്. ട്രാൻസ്ലേറ്റ് ഹിന്ദി പിന്നെ എന്തെങ്കിലും വായിക്കാം. വായിക്കി. ഏതല്ലേ? അംബിക വിരൂപാത് സ്പീഡ് ഉണ്ടാവില്ല, കുറച്ചെന്തെങ്കിലും. അല്ല നമ്മളെ ഒന്നിച്ച് ടുഗദർ ആയിട്ട് പോവാ. ഇതാണ് നമ്മളെ പേര് വാസുദേവ് ഷെനാസ്. ഏതല്ലേ മുപ്പരിലേക്ക് നല്ലൊക്കെ ഉണ്ട്. ഹലോ അസ്സലാമു അലൈക്കും. ഇവിടുന്ന് സലാം പറഞ്ഞു. എന്താ പറയല്ലേ വേസിനെ അങ്ങനെ ഒന്ന് പറയാം. ഒന്നുമില്ല, മോശം. എന്റെ വീഡിയോ വന്നിട്ട് 2 നിന്റെ ഡാൻസ് എത്ര പബ്ലിഷ് ആണ്? പിന്നെ നിനക്ക് വർത്താനം വരാൻ പറ്റില്ല. ഇവിടെ എത്ര ഡാൻസ് ലീക്ക് ഉണ്ട് അറിയോ? പുതിയതോ? ഇത് ഞാൻ വീട്ടിൽ നിന്നുണ്ടോ? നീക്ക് പുതിയ വാങ്ങിയാ? പുതിയ എത്ര റുപ്യ? 100 റുപ്പീസാ? 100 റുപ്പീസ് ഉണ്ടോ? ക്വാളിറ്റി ഉണ്ടാ? ജസ്റ്റ് എന്താ നിക്കണ്ടേ പറ. ഫോട്ടോ എടുക്കാം. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. നമുക്ക് ബാക്കിയൊന്നും കാണണ്ടേ? ഇവിടെ ഉണ്ടോ? അതൊക്കെ നമ്മളെ ചെരുപ്പുകളാണ്. ചെരുപ്പ്, ഷൂസ്, സോക്സ് എല്ലാം ഉണ്ട്. ആകാശം അവിടെയും വെക്കൂടും. താപ്പി എടുക്കാം. മോള് കണ്ടേ? മോളില് ഉണ്ടല്ലേ? ഇവിടെ വെക്കാൻ പറഞ്ഞൊക്കെയാണ് ഷൂസ് അല്ല ചെരുപ്പ് സംഗതിയൊക്കെ. ഇവിടെ സൂക്ഷിക്കുക, എന്നിട്ട് ഉള്ളിൽ കയറാം. നമ്മൾ എൻ്റർ ആയിട്ടുണ്ട് ഇതിലേക്ക്. അസ്ലോ നല്ല കാറ്റുണ്ടല്ലോ. അടാ അങ്ങനെ അടിച്ച് കളിക്കട്ടെ. ഇനി ഫസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കടാ. പക്ഷികൾ പറയ്ക്കുന്നു. ബ്യൂട്ടിഫുൾ റോക്സ്. ഓ ഇവിടെ സോക്സ് ഇട്ട് വന്നതിന് നല്ല രസം ഉണ്ടാവും. ഷൂവിൻ്റെ സോക്സൊക്കെ നമ്മൾ ഊരിട്ടോ. ഈ വെള്ളത്തിലൊക്കെ സോക്സ് ഇട്ട് നടന്ന നല്ല രസം ഉണ്ടാവില്ലേ? ചീഞ്ഞ് നാറിയിട്ട് എന്താ എന്താണ് കൊരങ്ങനെ കണ്ടിട്ട് എൻ്റെ പിള്ളേടെ തെണ്ടി കൊരങ്ങനെ നോക്ക അനസ ആ സോക്സ് ഇട്ട് വെള്ളത്തേക്ക് പോകണ്ട. ഞാൻ ഊരി ആ സോക്സ് ഊരി ഇങ്ങോട്ട് വന്നാൽ നല്ല രസം ഉണ്ടാവും. കഴപ്പോ ഓൻ തിന്നേക്കാരടാ. തിന്നാനുള്ള വേസ്റ്റ് അല്ല അത്, തിന്നാനുള്ള ഉണ്ടാവും അവിടെ. അതാണ് കഴിച്ചോട്ടെ. ഓക്കെ ഇച്ചോട്ടാണ് ഇരുന്നൊരു സംസാരം. ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അങ്ങോട്ട് പോയിട്ട് വെറുതെ ചൊറിച്ചിലാക്കല്ല കേട്ടോ. എനിക്ക് വയ്യ, ഞാൻ ഓടി എവിടെയെങ്കിലും പോകും പടക്കാൻ പറഞ്ഞിട്ട്. പിന്നെന്താണ്? അതാരതാണ്? അതെൻ്റെ അല്ലേ? ഓ ആരതാ കടം വാങ്ങി വരണ അപ്പളാ. ഹരിന്റെ ശങ്കരൻകുട്ടൻ ഹരിന്റെ ശങ്കരൻകുട്ടനുണ്ട് അവിടെ. നമുക്ക് കാണാൻ വേണ്ടി സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോവാ. ആണോ ആനന്റെ പാപ്പനെ എത്തിന്ന് പറയണ എല്ലാവരും. എന്തുട്ടത് ഓനോട് വിചാരിച്ചാൽ നമ്മളൊന്നുമില്ല കേട്ടോ. മുസീബേ വേണ്ടോ ഒരാടന്നോട്ടെ. കണ്ടു കഴിഞ്ഞാ വേറെ സ്ഥലത്ത് പോണം. അങ്ങനെ പോ. എന്താ തീയെ കാണൊക്കെ വീഡിയോ എടുത്ത് നടക്കുക. ജിയോ ബെനുക്കുട്ടി
ബെനിക്കുട്ടി പിന്നെ ബ്ലോഗിങ് അല്ല ഓ ഞാൻ കണ്ടില്ല അവരെന്റെ കണ്ണിൽ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടെടുക്കണം. എവിടെ ബേബി? ഹലോ ബേബി. ഓ മിക്കാറും ചൂഷ്മോൾ കുഞ്ഞി ബേബീസ്. ആ ബേബീസ് ഇപ്പൊ വരും മോനെ മക്കളെ മേത്തേക്ക്. ഞാൻ നടന്നോളെ ഞാൻ ഓടൂട്ടോ കണ്ട പോയി ഓടോ. അതോ ഞാൻ ഉണ്ടാവില്ല എവിടെ കൊണ്ടുപോയി നോക്കി ഞാൻ ഇക്കടുത്ത് ചാടോ. ഞാനൊരു കാര്യം പറയാം, ഞാൻ പലതും പറയും പക്ഷെ എന്നെ വിശ്വസിക്കരുത്. അപകടം വന്ന ഫസ്റ്റ് ഞാൻ അതാണ് ക്യാമറ ഓണാ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ എല്ലാം പറഞ്ഞിട്ട് ക്യാമറ ഓണാണ്. എന്താ അടിയിക്കണ്ട അതൊരു നടക്കൂ മക്കളെ നടക്കൂ. ആ ഞാൻ അയക്കെടുത്ത് ചാടേ അയക്കെടുത്ത് ചാടേ ഓരോരോ സാധനങ്ങൾ. റൂഫ് കാണാൻ വന്നാണ് അല്ല ഇപ്പ അതെ ഉപ്പ് കാണാൻ വന്നതാണ്. ലൈറ്റ് ഇട്ടില്ല മോശമായി. എന്നാലും കൊത്തുപണികളാൽ നിർമ്മിതമായ റൂഫ് അല്ലേ കുഞ്ഞാ? വ്ളോഗിൽ തന്നെ ഇട്ടിട്ടുണ്ടോ? എന്തായാലും കയറും, എല്ലാവരും കയറാതെ പറ. റൂഫ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കൊത്തുപണി എടുത്തതാണ്. റൂഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. നടന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ഏരിയക്ക് എത്തണേ. എന്താ നീ കണ്ടേ പറ. പിന്നെ ഇവിടെ കല്യാണ ആൽബം ഉണ്ട് കല്യാണ ആൽബം കാണിച്ചാ. കല്യാണ ആൽബം? ആ ശരിയായ കല്യാണ ആൽബങ്ങളൊക്കെ ഉണ്ട്. അവരോട് ചോദിക്കി എന്തോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് അവരാദ്യം നേരെ കൈക്ക് മേലൊക്കെ കാണിച്ചേ. വിചാരിച്ചു പടച്ചോനെ കാണിച്ചു കൊടുക്കുക. ഇതിൽ മുകളിലത്തല്ലേ പറയുന്നേ? അത് കറക്റ്റ് രൂപത്തിൽ കാണിച്ചു കൊടുക്കുക, എന്നാലും അവർക്ക് മനസ്സിലാവും. ഓ ആൽബമായിട്ട് ഉദ്ദേശിക്കുന്നല്ലേ? ഇത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അങ്ങനെ ഇതൊക്കെ കല്യാണ ആൽബം. കല്യാണ കല്യാണ ആൽബമാണ്. കല്യാണ ആൽബം ചെക്കൻ അനുഗ്രഹം കിട്ടണൊക്കെ കിട്ടി. ഓ നമ്മള് വീഡിയോ ആയിട്ട് വരുന്നൊക്കെ അനുഗ്രഹം കഴിഞ്ഞു. ഓ എടുത്തോ വ്ളോഗ് എടുക്കാൻ വേറെ ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വഴി എന്നെ പിടിച്ചോ, ഞാൻ മുന്നേ എടുക്കാം. പുറത്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന നമ്മള് വേറെ ബൈക്ക് എത്തിയിട്ടുണ്ട്. എന്നെ മാത്രം ഫോക്കസ് ചെയ്യണമെന്നില്ല. എല്ലാം പിള്ളേരുടെ എല്ലാവരും ഉണ്ട്. എന്നെ മാത്രം എടുത്തിട്ട് എന്ത് കാണൂല എന്ന് പറയണ ഇത് കൊള്ളാം. നേലുണ്ടോ ഈ നേല്? പറ്റില്ലല്ലേ? ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞത് അതാണ്. അല്ല ഇത് സ്ട്രക്ചർ ഉണ്ടാക്കിയല്ലോ. ആ ഗോപുരം കണ്ടോ? നിങ്ങൾ ഫ്രണ്ടിൽ കയറിയപ്പോ കണ്ട ഗോപുരമാണ്, കണ്ടില്ലേ? അതെങ്ങനെ നിക്കണേ? നേരെയല്ലേ? നീ ഇങ്ങോട്ട് നോക്കി. അതായിരിക്കും തലകുത്തനെ. അതെങ്ങനെ ആയി? അതെങ്ങനെ ഒന്നുമില്ല. ആരോടാ ചോദിച്ച? ആരോടാ പറഞ്ഞ? അതോ രസം പറഞ്ഞ ആള് മാറിപ്പോയി.
എവിടെ മേലെ ഹമ്പി കയറണ്ട ഇനി പുറത്തേക്കാണ്. അവരെപ്പോഴും വരുന്ന ഞാൻ സാറിനെ കൂടെ ഞാൻ സാറിനെ എടുക്കാം കേറുന്നതേ സർ സ്പോൺസറിങ് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം. സ്പോൺസറിങ് വെള്ളത്തിന് പറ വീടെങ്ങനെ ഓണായിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറ. ഹംപി കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ കാച്ചല ഭംഗിയില്ലാതെ പിന്നെ ആനന്ദത്തില് കള്ളം പറഞ്ഞല്ല അതുകൊണ്ടോ. ഓ പറ ഇവിടെ വേറെന്താ സൗണ്ട് വെക്കണം. ഓടിയും ചാടിയും പോയാലോ നമുക്ക് പോയാലോ. വാ പടി ഇറങ്ങാനുണ്ട്. നോക്കി ഇറങ്ങിയിട്ടെങ്കിൽ അടി കിടക്കും അത്രേ ഉള്ളൂ. ഒരു ഓം സൗണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണോ ആയിരിക്കും ചിലപ്പോൾ. സാറിൻ്റെ ഒപ്പം ആരും ഫോട്ടോ എടുക്കുന്നത് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് മോശമല്ലേ അല്ലേ. സാറിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കണ്ടേ ഇപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. ഇരി സാറിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാം എല്ലാവരും ഇരി. ആ കുരങ്ങ പട്ടിയുണ്ടോ ഐശോ അതങ്ങനെ കുരക്കണ മാറുന്നൊക്കെ ഓരാ ഏരിയന്ന് ഫുള്ള് ഫോട്ടോഷൂട്ട് ആണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ്. എന്നെ കൂട്ടാത്ത സെൽഫി അത് 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 തെറ്റ്. ഇല്ലൊന്നും ഇവിടെ ഇല്ല. ഇല്ല വാ അപ്പൊ സെൽഫി എടുത്തു. വീണ്ടും നടക്കുന്ന നടപ്പാത ഉണ്ടോ ഇങ്ങനത്തെ ഒരു പാത പറയൂ എന്താണ് പറയാനുള്ളത്. നമ്മൾ ഒന്നാമത്തെ സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. ഒന്നാമത്തെ സ്ഥലത്ത് എത്തി കുഴപ്പമില്ല. ആ തോട് കാണിച്ചു കൊടുത്ത തോടല്ലത് അല്ല അത് കുളം വേണടാ കുഞ്ഞാവേ. മാമ കുളത്തില് നടുള്ള മാമ ഉണ്ട് മാമ ഓക്കെ ഇവിടുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലം ഇങ്ങനെ കാണണ്ടേ. വെയിലുണ്ടാവും വെയിലുണ്ടാവും. അല്ല പാവം നമുക്ക് തോന്നും. പക്ഷെ ഇങ്ങനെയാണ് പോലെ സമ്പാദ്യം അല്ലേ. ആരും പറയണേ വീട്ടിൽ നിന്ന് നിൽക്കണ നമുക്ക് പറയാനുള്ള അറിയാതല്ല. പോരെ നല്ല വെയിലാ. പിന്നെ വീട്ടിൽ നിന്ന് എടുത്ത തൊപ്പി ഉണ്ടായതിൻ്റെ വലിയ വിഷയമില്ല. അല്ല ഇവിടെ നിന്ന് തൊപ്പി എല്ലാം വാങ്ങാൻ കിട്ടും. ഇതെന്താണിത് കുറേ കല്ലുണ്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടുന്നു സത്യം പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല. എന്നോട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏകദേശം അവിടെ നമ്മൾ തിരിച്ചുതരാം. സ്ഥലം ഏകദേശം കണ്ടു. ഹംപി അറിയേണ്ടത് ഫിലിമിൽ പറയാറുണ്ട് എന്ത് അറിയേണ്ട പ്ലേസാണ്. ഹിസ്റ്റോറിക്കൽ ഒറ്റ സ്ഥലം ഇപ്പോൾ കണ്ടുള്ളൂ. കുറേ സ്ഥലമുണ്ട് തോന്നുന്നു എനിക്ക്. ഇത്ര കവർ ചെയ്യാൻ പറ്റില്ല. 3 സ്ഥലം നമുക്ക് കാണുന്നുള്ളൂ. നമ്മൾ തിരിച്ച് നമ്മൾ ചെരുപ്പുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് ചെരുപ്പെടുത്തിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. പറ നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തി. തൊപ്പിയല്ല എൻ്റെ തൊപ്പി വേണ്ട ഞാൻ പറഞ്ഞു. എന്നുവെച്ചാ ട്രൂ അതാണ് ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ അടുത്ത ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ആ വണ്ടി പോകണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കട്ടെ. എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് 1 കിലോമീറ്റർ ഉണ്ട് ഞാൻ കാണിച്ച സ്ഥലം. ഈ വണ്ടിയില ആ വണ്ടി ആയിരിക്കും തോന്നുന്നത്. അങ്ങനെ വണ്ടി ആണ്ടത്തെ നിങ്ങളുണ്ടാ മോനെ തള്ളും ദില്ലു തള്ളും. വേഗം നടന്നോളി. ദില്ലൊക്കെ ചൂടാവുണ്ട്. നമ്മളിനി വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം.
ഇവിടെ നമ്മൾ വണ്ടിയിലാണ് പോകണം. അതെ, നമ്മളെങ്ങോട്ട് പോകുന്നു? എല്ലാരും ഓളാക്കാം. പറ, നമ്മളെങ്ങോട്ട് പോകുന്നു? സ്ഥലം തന്നെ അറിഞ്ഞോ. വണ്ടി കാത്തുക്കാണ്. വണ്ടി ഇറാ വരും. ഇപ്പൊ കാത്തുക. വണ്ടി വരുമെന്ന് വെച്ചാൽ വരും. വണ്ടി വരുമെന്ന് പറഞ്ഞാൽ വരും. ആയിക്കോട്ടെ, വന്നാൽ മതി. നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടി ഒരു സ്ഥലം നമുക്ക് കാണാണ്ട്, ആ സ്ഥലത്ത് കൊണ്ടുപോയിടുന്ന നമുക്ക് അങ്ങോട്ട് പോവാം. മൂപ്പര് നോക്കുന്നില്ല. കാണാൻ സ്ഥലം പോണ വഴി രസമുണ്ടല്ലേ? രസമുള്ള വഴി. ഇത് മറ്റേ കുരിശിന്റെ പോലെ അങ്ങനെ കുത്തി കുത്തി കുറെ കല്ലൊക്കെ കുത്തി കുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നാച്ചുറൽ ബ്യൂട്ടി വണ്ടി. ഇതാണ് ഇപ്പോഴത്തെ രസം. ഇങ്ങനെ ഹൈലൈറ്റ് മറ്റേ കാണിച്ചാല കല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒന്നിന്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞായിട്ട് കല്ല് വെച്ചിട്ടുണ്ടാവും. മനസ്സിലാവൂല. നമ്മളിപ്പോ ഒരു ബൈക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. കണ്ടോ? എവിടം വരെ പോവോ അവിടം വരെ നമ്മളും ഉണ്ടാവും. 20 റുപ്യനെ ഇതിന്. അങ്ങ് ദൂരെ കാണണതോ? ഓ, അങ്ങ് ദൂരെ കാണാം. അവിടെയാണ് മങ്കി ടെമ്പിൾ വരുന്നത്. സൺസെറ്റ് ആണ് വരുന്നത്. ഓ, അതാണ് നമ്മൾ ആ സ്റ്റെപ്പ് കയറേണ്ടത് അല്ലേ? അത് ലാസ്റ്റിക്ക് 20 റുപ്യാണ് ഈ വണ്ടിക്ക് വരുന്നത്. 20 റുപ്യ വന്നാൽ ഈ വണ്ടിക്ക്. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട് റേഞ്ചിൽ നമ്മൾ നടക്കേണ്ടി വരും. ഇവിടെയാണ്. ഓക്കെ, ഇത് എൻട്രൻസ് ആണല്ലോ. ഇറക്കി വിടുന്ന ഇതാണ് നമ്മളെ വണ്ടി. നമ്മുടെ ടീംസ് അവിടെ ഉണ്ടല്ലോ, കുറച്ച് എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പം എന്തൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഗൈഡുകൾ, കുറേ ആൾക്കാർ ഗൈഡുകൾ നമുക്കായിട്ട് കിട്ടും. ഗൈഡ് യൂസ് ചെയ്ത് പോകാൻ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേറെ എനിക്ക് അറിഞ്ഞൂടാ. ഗൈഡ് യൂസ് ചെയ്ത് പോകാം. പക്ഷെ നമുക്ക് ഗൈഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി പാക്കേജ് എടുത്താൽ ചങ്ങായി തന്നെ, മലപ്പുറംകാരൻ ചങ്ങായി നമ്മളെല്ലാം നോക്കി നടത്തി ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വിഷയമല്ല അല്ലേ? അതത്രേ ഉള്ളൂ. ആകാശ്, ഓ പോസ്, അവിടെ ഒരു പോസ്. ഓ മൈ ഗോഡ്, യാരത് ചെക്കൻ പോസ്. ആകാശ് ക്യാമറമാനോടൊപ്പം ഞാനുമുണ്ടല്ലോ. ഒന്ന് പുറത്തു പോകാൻ പാടില്ലെന്നോ? ആ, എന്നെ ഭീഷണിപ്പെടുത്തി ആരായാലും ഫുഡ് കഴിക്കണം. നമ്മൾ ഒരു ചെരുപ്പ് ഊരിത് ഫുഡ് കഴിക്കണം. നമ്മൾ ഷൂസ് ഇട്ടിട്ട് ചക പക പറഞ്ഞ് ഓടി കളിക്കുന്നത്. ഓ ഓ ഓ നമ്മളെ ബ്ലോഗിൽ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതാണ് നമ്മളെ ബ്ലോഗ്. എന്തൊക്കെയോ സത്യം പറഞ്ഞാൽ ചരിത്രം പറയുന്നവർക്ക് ഈ സ്ഥലം അറിയാമായിരുന്നു. നമുക്ക് ടെമ്പിൾ കയറണ്ടല്ലോ. മങ്കി ടെമ്പിൾ, അതാണ് നമ്മളെ ലാസ്റ്റ് ടാർഗറ്റ്. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കയറാനുള്ള സ്ഥലമുണ്ട്. ഇതിപ്പോൾ ഫലകങ്ങൾ വെച്ചിട്ടുണ്ടാവും. കാർമേഘ മൂടിയിട്ടുണ്ട്. മഴ പെയ്യാൻ നല്ല സ്കോപ്പ് നമ്മൾ കാണുന്നുണ്ട്. ഫലകങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കാണുന്നതൊക്കെ ഫലകങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ ഫലകങ്ങളിൽ ചെന്ന് നോക്കിയാൽ ഇതെന്താ സാങ്കേതികം നമുക്ക് മനസ്സിലാവും. ഇത് എന്തെങ്കിലും വിശ്വ സംഗതിയാണ്. എന്താണ് ഈ കല്ല് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എല്ലാം നമുക്ക് മനസ്സിലാവും. ഇവിടെ വണ്ടികളൊക്കെ വരുന്നുണ്ടോ? വണ്ടി എടുക്കണോ? അവിടെ ഉണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട്. ഇതല്ലോ ടീം തന്നെ. നമുക്ക് ഒരു ഫലകം ചെന്ന് നോക്കാം. ഓരോ ഫലകം ചെന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെതനുസരിച്ച് മനസ്സിലാവും എന്താണ് ഈ ആപ്ലിക്കേഷൻ എന്ന്. ഓൾഡ് ശിവ ടെമ്പിൾ. പിന്നെ അത് ചെറിയൊരു പിക്ചർ കാണിക്കും. ആൻഡ് നല്ല ചൂടുണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, കന്നഡ ഉണ്ട്, ഹിന്ദി ഉണ്ട്. വായിക്കാൻ മനസ്സിലാക്കുക, അത്ര തന്നെ. അപ്പോൾ മനസ്സിലാവും ഇതെന്താ സംഗതിയാണ്. ചരിത്ര സ്മാരകങ്ങളാണ്. ഓരോന്നും ചരിത്ര സ്മാരകങ്ങളാണ്. ഓരോരുത്തരും ഫോട്ടോഷൂട്ടിലാണ്. എനിക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ളൊരു മൂഡ് കിട്ടുന്നില്ല. ഞാനിങ്ങനെ വീഡിയോ ഓണാക്കുക, ഇങ്ങനെ നടക്കുക, ഓരോരുത്തരുടെ പിന്നാലെ നടക്കുക. എല്ലാവരും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ നോക്കുന്നുണ്ട്. എല്ലാവരും താല്പര്യമില്ല പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് വീഡിയോ എടുക്കുക. പിന്നാലെ നടക്കും, വീഡിയോ എടുക്കും.
എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഫ്രെയിം സെറ്റായാ? ഫ്രെയിം സെറ്റാക്കെ. ഏതായാലും ഇനിയൊരു 10 ആൾക്കാരത്ത് വരാല്ലേ? ഫ്രെയിം സെറ്റാക്കാം ആദ്യം. എന്നിട്ടേ 3x എടുക്കുന്നേ മനസ്സിൽ. ഓ ഇത് S25 അല്ലേ? 5 അൾട്ര. ഏത് മോഡ് നോക്കി നിങ്ങൾ. ഞാൻ 3x ഇട്ട് കാണിച്ചു തരാം എൻ്റെ ഫോണിൽ. ഇതാണ് നമ്മുടെ ടീമുകൾ. കണ്ടോ കുറേ മൈന്തുണ്ടല്ലേ. ഇത്ര ആൾക്കാരുള്ളൂ. ഒരു 10 ആൾക്കാർക്ക് വരാണ്ട് തോന്നുന്നു എനിക്ക്. എന്നാലും കൊള്ളാം. ഒരു വീഡിയോ ആഭാരതേനെ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അത് എല്ലാം കൂടി ഒച്ചയും കൂട്ടണം. ഇനി നമ്മൾ ഇതിനുള്ളിലാണ് കയറാൻ പോണത്. നമ്മൾ പറ ഇതിനുള്ളിലാണ് നമ്മൾ ഇതേ ടെമ്പിൾ മറ്റേ മ്യൂസിക്കിൻ്റെ മനസ്സിലായില്ലേ? ആനന്ദ മൂവിയിലെ മ്യൂസിക് ടെമ്പിൾ അന്ന് ഈ കമ്പി ഒന്നുമില്ല. ഇതൊക്കെ ഈ സിനാപ്പിൾ ഒന്നുമില്ല. ഈ കമ്പി ഇതൊന്നും അന്ന് കണ്ടിട്ടില്ല. മൂവിയില്ലല്ലോ. മൂവി കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ട് കണ്ട്. അതിൽ ഈ കമ്പി ഒന്നും കാണില്ലല്ലോ. കമ്പി ഇതൊന്നുമില്ല. ഡയറക്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. നമ്മളിതാ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് പ്ലേസ്. ഏതുമേനെ ആ മ്യൂസിക് ഉണ്ടാക്കണത്? അനു ഏതാ മ്യൂസിക്കിന്റെ പില്ലേഴ്സ്? അതുപോലെ തന്നെ ഉണ്ടത്. 20 അല്ല 50 റുപ്പീസ് ഇടാ. ഇതാണ് സാധനം. വീരതം മ്യൂസിക് ടെമ്പിളിൻ്റെ അത് ഏതാണോ? അതല്ല പക്ഷേ 11 നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. എടുക്കണേ മുസൈഫ ഒന്ന് കാണിച്ചാ. 50 റുപ്യ കാണിച്ചാ. 50 റുപ്പീസ് ഇതുണ്ടോ? ഇതിമുള്ളതാണ് ഇവൻ. കുറേ കണ്ടിട്ടുണ്ടാവും. പൈസ കൈമാറുമ്പോൾ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഉണ്ടോ ഇത്? ഏതല്ലേ കുറേ പൈസ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ നേരിട്ട് പോയി കാണുന്നത്. അൽഹംദുലില്ലാ. എങ്ങനെ കൈ പൊത്തിട്ട് വീതി അറിഞ്ഞൂടാ മറന്നു. ഞാൻ അങ്ങനെ ചെയ്യുമ്പോ പോകും. എന്നെ കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു പാവം കൊച്ചല്ലേ. കൺക്ലൂഷൻ എന്താ പറ? പൊത്തിയാ 3 ചിത്രം കിട്ടും. അത് പൊത്തിയാലല്ല പറഞ്ഞു. അത് കൊത്തിയിരിക്കുന്ന 3 ചിത്രമാണ്. 3 ചിത്രമാണ്. പക്ഷെ നേരിട്ട് കണ്ട പറ്റില്ല. നമുക്കൊരു കൈ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് അങ്ങനെ 3 വ്യൂ ഉണ്ട്. ഒന്ന് പുലി ഇല പിടിക്കുന്നത്, ഒന്ന് ആന തുമ്പിക്ക് ഇങ്ങനെ വളച്ചു പിടിക്കുന്നത്. അത് 3 കുത്തി പിടിച്ചാലേ കാണാൻ പറ്റും. ഇത് പുലി ഇര പിടിക്കുന്നതാണ്. അങ്ങനെ 3 ശില്പുണ്ട്. 3ാമത്തെ കുതിരാന്ന് തോന്നുന്നു. ശില്പകലാകാരന്മാരുടെ പ്രവൃത്തി രീതികളാണ്. അതിനുള്ളിൽ കയറാൻ പറ്റില്ല. കണ്ടോ മണ്ഡപമാണോ? കല്യാണ മണ്ഡപം. ആ മണ്ഡപല്ലേ? പിന്നെ എന്തിൻ്റെ മണ്ഡപമാണ്? അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതി വെച്ചതിൻ്റെ മുന്നിൽ. ഇതാണ് അത്. ഇവിടെ ഉണ്ടില്ല. ഡ്യൂപ്ലിക്കേറ്റാ. മ്യൂസിക് കേൾക്കണം. ഇത് പൊളിഞ്ഞു പോയതാണ്. ആരുടെ തൊള്ളറിഞ്ഞിരിക്കുന്നത്? നമസ്കാരം. മ്യൂസിക് കേൾക്കണ പറഞ്ഞ മൂപ്പര് കൊണ്ടുവന്നാണ്. തകർന്നതാ. 2 തട്ട് തട്ടിട്ട് കേട്ടോ. പേടിക്കള പെണ്ണേ. നീ അതിനെ കാട്ടാൻ പോയതല്ലേ? അത് ഞങ്ങൾ മാന്തിയാലും ചോര വരും. ആ എവിടെ മ്യൂസിക് കേൾക്കുന്നു? എന്തിന്? ചെറുതറിഞ്ഞോ? അതിലിങ്ങനെ തട്ടി കളിക്കണതാ. അല്ല മൂവിയില്
ഇതിട്ടാ അവര് കഥ ശരിക്കും ഉള്ളതാണ്, ആ. ബട്ട് അവര് ക്രിയേറ്റ് ചെയ്തതാണ്. ക്രിയേറ്റ് ചെയ്താ. ഓ കേൾക്കുന്നുണ്ടോ? സെക്യൂരിറ്റി ആ എക്സാക്ട്ലി. ഇത് കൊട്ടി ഇത് വെച്ചിട്ടുണ്ട്. ഒരു പില്ലേഴ്സിനുണ്ട്, ഞാൻ പില്ലർ വേറെ ഓ ഒരു സ്കാൻ ചെയ്യുക എന്നിട്ട് അതിന്റെ സൗണ്ട് കേൾക്കല്ലേ. പക്ഷെ നെറ്റ് ഇല്ലെന്ന് ഓ നെറ്റ്വർക്ക് പണ്ടത്തെ ഇതാണ്. പണ്ട് ഒരു മ്യൂസിക് പില്ലേഴ്സ് ആയിരുന്നു. കാരണം അന്നത്തെ ഇവിടുത്തെ ഒരു രാജാവ് നാള് ഭയങ്കര നൃത്തകാരനായിരുന്നു. അയാൾ ഇവിടെ നൃത്തം കളിച്ചിരുന്ന് അത് ഈ കല്ലിന് വന്നു എന്നൊക്കെ പറയപ്പെടുന്നത്. അത് 1563 10 തലമുറ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് റീബിൽഡ് ചെയ്ത് വരിക. ഇതൊക്കെ പുതിയതാ. ഈ കാണുന്നത് ഇതുണ്ടോ? ഇത് യുനെസ്കോയുടെ കീഴിലുള്ള സാധനമാണ് ഹംപി എന്ന് പറയുന്നത്. യുനെസ്കോ ഏറ്റെടുത്തതാ. ഇവിടെ ഈ ഹംപിയിൽ ഒരാൾക്ക് സ്ഥലം വാങ്ങാനോ വിൽക്കാനോ പറ്റും. ഇതിക്കൊരു അധികാരി കൊള്ളാം, ചരിത്രങ്ങളൊക്കെ കൊള്ളാം, നല്ല ചിന്തരിയെ. കണ്ടില്ലേ? ആണ് ഇതിലാട്ടം പോണ്ടേ. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫുഡ് ഇങ്ങോട്ട് എടുത്ത് വന്നതാ. കണ്ടോ അവിടെ നിൽക്കുന്ന ഓട്ടോറിക്ഷ ഉണ്ടോ? ആ ഓട്ടോറിക്ഷ എന്താണ് ഫുഡ് എന്നാ പറ ഫുഡ് എങ്ങനെ ഉണ്ട്? ഫുഡ് സൂപ്പർ ഗൈസ്. നമ്മളെ ക്യൂ നിൽക്കട്ടെ ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മളെ ഉച്ചക്കത്തെ ഫുഡിന് ശേഷം നമ്മൾ മങ്കി ടെമ്പിളിൽ അങ്ങോട്ട് പോകണം. എല്ലാത്തിലോ മങ്കി ടെമ്പിൾ ഒറ്റന്ന് ഞങ്ങൾ രണ്ടാളും ഒരു വാട്ടർ ബോട്ടിൽ 550 സ്റ്റെപ്പ് കയറാൻ പോവാ. ഞങ്ങൾ കയറിയിരിക്കും. കയറിയിട്ട് ഞങ്ങൾ സൺസെറ്റ് കണ്ടു. സൺസെറ്റ് കാണും. ഞങ്ങൾ മോർണിംഗ് സൺറൈസ് കാണാൻ വേണ്ടി വരുന്നു. പക്ഷെ ലൊക്കേഷനിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കേരളത്തിലുള്ള ഗേറ്റ് ഇവിടെ അല്ല മോർണിംഗ് വരാൻ നടന്നില്ല. അപ്പം ഇതേതായാലും ഞങ്ങൾക്ക് നടത്തണം. അവിടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗേറ്റ് എടുക്കണ്ട. 4:31 കൃത്യത്തിന് ക്ലോസ് ആകും. ഞങ്ങൾ അങ്ങോട്ട് നടക്കണം. ഇതുകൊണ്ട് ഞങ്ങൾ ടോപ്പ് ഇവിടെ മേലെ ഇവിടെ എത്തിയിരിക്കും ഞങ്ങൾ. ഇൻഷാല്ലാ അവിടെ എത്തുന്ന പറഞ്ഞു. അവിടെ എത്തണം നമ്മൾ. അതിനുള്ള പോക്കാണ് നമ്മൾ തുടങ്ങാൻ പോണത്. 4:30 കറക്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പം അതിന് മുമ്പ് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. പയ്യെ കയറിയാലും മതി. നമുക്ക് സൺസെറ്റ് കാണാൻ. സൺസെറ്റ് കണ്ടാൽ മതി. ടോപ്പിലെത്തണം. അതിനുള്ള പോക്കാണ് നമ്മൾ ആരംഭിക്കാൻ പോണത് മക്കളെ. നമ്മളിതാ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല മിസ്സവേ മുകളിലെത്തൂലേ? തുടങ്ങിയിട്ടുള്ളു. ഇനി അവിടെ എത്തണം. 32 33 സ്റ്റെപ്പ് നമ്പർ. അതിന് അവിടെ നിന്ന് തുടങ്ങിയതാ. അറിയായിരിക്കും. എവിടെ ഗേറ്റ് ഇതിന്റെ? ഗേറ്റ് ഇവിടെ. ഗേറ്റ് ടോപ്പിലാ? ആ ഓലവിടെ തടയോ? ഓ 4:30 ആയി കഴിഞ്ഞാൽ അവിടെ തടയും. അങ്ങനെ ബാ നമുക്കൊരു ഇന്നൊക്കെ ഒരു പൊടി ബാ. എടാ 50 സ്റ്റെപ്പ് പോലെ ആയിട്ടില്ല കേട്ടോ. ഞാൻ എന്തായാലും കുഴങ്ങും ഉറപ്പാ. പക്ഷേ ഏയ് ആ സിനിമയിൽ കണ്ട പോലെ ആയിരിക്കും. ഓടിച്ചിട്ടാ പൈതയൊക്കെ നിൽക്കട്ടോ. ഞാൻ മറ്റേ ആമസോണൊക്കെ കയറിയതോടാ 2 വർഷം. 540 സ്റ്റെപ്പ്. അപ്പൊ എങ്ങനെ ആരംഭിക്കലാമാ? കുഴങ്ങല്ലേ? നമ്മൾ ആരംഭിച്ചിട്ടുള്ളൂ. കമോൺ തുടങ്ങുക. പോയിന്റ് കയറാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മള് ഏകദേശം എത്ര സ്റ്റെപ്പ് കയറി? 160. ഞാൻ ഏകദേശം ഓഫായിക്കണേ. അവര് പിന്നെയുണ്ട്. വിവോ ഒക്കെ നിങ്ങളെ അതാ രസം കാണാൻ. എന്താ രസം തെങ്ങൻ വരെ. അപ്പോൾ 261 ഇതാ അവിടെ സ്റ്റെപ്പ് നമ്പർ ആണത്. 261 ആ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തി നമ്മൾ. വ്യൂ കാണിച്ചെടുത്ത ഇവിടെ നിന്ന് നോക്കുമ്പോൾ
എന്താ രസം, നല്ല രസമുണ്ട്. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. മുകളിൽ നിന്ന് ഇനി ഇതിൻ്റെ മുകളിൽ ഇതിനായിട്ട് വ്യൂ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കും. അതാണ്. അപ്പം നമുക്ക് മുകളിലേക്ക് പോയിട്ട് കാണാം. ഈ നോക്കാം, പാറകളുടെ ഇടയിൽ കൂടെ കയറണം ഇവിടെ. ആ രസം. ജസ്നി ഒന്ന് ആഞ്ഞു പിടിച്ചോ. എന്ത് തരണോ? അല്ലാ, മുകളിലേക്ക് കയറിക്കോ. ആമസോൺ അത്ര ഇല്ല ഷുവറാ. കാരണം അത് ഞങ്ങൾ വഴി വെട്ടി പോകണം. എന്ന് വെച്ചാൽ വഴി ശരിക്കില്ല, മഴ പെയ്ത് ഭയങ്കര ഡിസ്റ്റർബാണ്. കുഞ്ഞു ഇതാണ്. ഓ നമ്മൾ പോന്ന ഒരു സൈഡ് കൂടെ നടക്കണേ. ആമ സുഖമായി. കയറിക്കോ ഇപ്പോഴത്തെ വീഡിയോ എടുത്തോണ്ട് വരണേ. കയറ് ഇങ്ങനെ കുഞ്ഞൊക്കെ പോകണം പാറേൻ്റെ ഈ കൂടെ. എത്താറായി, കുറച്ചും കൂടി മുകളിൽ. അത്രേ ഉള്ളൂ, നമുക്ക് വിചാരിച്ചാൽ കിട്ടും. കമോൺ. ആനന്ദ സിനിമ ഉണ്ട് ആവേശത്തിൽ ഓടി കയറി എത്തൂല. ഞാൻ നല്ല കിടക്കുന്നുണ്ട് ഉറപ്പാ. പക്ഷേ നിങ്ങൾ കയറിക്കോ. പക്ഷേ ഞാൻ എത്തും. കേറി കുറച്ചുകൂടി ഉള്ളു. ആ കാണാണ് എത്തി. കുറച്ചും കൂടി നമ്മളിതാ കയറി മുകളിലെത്തി. അവിടെ ജയശ്രീന്നൊക്കെ വിളി കേൾക്കാം. ഇതാണ് മെയിൻ ഏരിയ. ആണോ എല്ലാവരും എത്തി. ഇങ്ങോട്ട് വാ. മുകളിൽ കയറി കുറേ കുരങ്ങന്മാരുണ്ട്. അതാ പണി. നിങ്ങൾ പണി തരുവാണ്. ഞാൻ സ്റ്റിക്കും പിടിച്ച് നടക്കുവാണ്. കുപ്പി ഉണ്ടല്ലോ, വെള്ളക്കുപ്പി, അത് കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ടോ. കുരങ്ങൻ ഭയങ്കര ഇടങ്ങാറ. അല്ലാണ്ട് പാറക്കെട്ടുകൾ അതിൻ്റെ ഇതിൽ കൂടെ നമ്മൾ നടക്കണം. കണ്ടോ എന്താടാ, ഞാൻ വെളപ്പം കയറിയ തെസ്നീൻ്റെ ഒപ്പം. തെസ്നീൻ്റെ കയറി കിട്ടണ്ടേ? സാറ് കയറിയില്ല. സോറി, നമ്മൾ നടന്ന് എവിടെ ടീമിൻ്റെ അടുത്ത് എത്തട്ടെ. നമ്മൾ നോക്കിയാൽ നിങ്ങൾ പാറേൻ്റെ കൂട്ടം. ഇവിടുന്ന് നമ്മൾ സൺസെറ്റ് കാണും. കുറച്ചുകൂടി അത് വെള്ളമൊക്കെ കുറേ പോകണേ. ഇതൊക്കെ വെട്ടി ഉണ്ടാക്കിക്കോ. വഴിക്കണം, മഴ ഏതാ സൂപ്പറായിരിക്കും. എല്ലാം കൂടി വഴുക്കി എവിടെയെങ്കിലും കിടക്കാം. കുരങ്ങന്മാർ കുറച്ച് പാടാണ്, എന്നാലും നമ്മളിതുവരെ ഉപദ്രവിച്ചില്ല. അല്ല എന്തില്ല പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇതുവരെ ഒന്നും കാട്ടാന്നില്ല. ഓല വരും, നമ്മളെ പോയി അത്ര തന്നെ. ഇറങ്ങി ആരോ ഇരിക്കണ ടീം കാണിച്ചാ നമ്മളുടെ ടീം. ഇതത്രന്നാ ഒന്തി തള്ളി കയറ്റി അറിയണം. സ്റ്റാമിന വേണം, എന്നാ കിട്ടും. ആമസോണിൻ്റെ അത്ര ഉണ്ടാ ഇല്ല. ആമസോണിൻ്റെ അത്ര ഇല്ല. ആമസോൺ 2 പ്രാവശ്യം കയറിയിട്ട് വയനാട് ഒരു മലയും കയറിയേക്ക്. മറ്റേ കുരിശുമല ഒരു മല മാറി കയറി, വലിയൊരു മല. അങ്ങനെ 3 മല ടോട്ടൽ കയറും. 2 മല ടോട്ടൽ ഞാൻ കയറി. അത് കൂടെ എല്ലാം കഴിക്കും. ആമസോൺ അടി മുതൽ 4 കിലോമീറ്റർ നടന്നിട്ട് 3 കിലോമീറ്റർ മല കയറി. കാലിങ്ങനെ ആക്കിയാ ഏറ്റവും നല്ല പോയിന്റിന് മുകളിൽ നമ്മളെത്തി. നല്ല പാറിലുണ്ട്. ഒന്നാത് എനിക്ക് പിടിക്കാനില്ല, ഫോണെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, പാറി കളിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ വീഡിയോ ഉണ്ടാക്കണം. ബാക്കി നിങ്ങൾ വന്നിട്ട് കാണാം, കയറിയിട്ട് കാണാം അല്ലേ. കയറി
ഒരു വന്ന് കയറിക്കോട്ടെ കയറിക്കോട്ടെ അതെ അതെ എന്നിട്ട് കണ്ടോട്ടെ ബാക്കി സബ്സ്ക്രൈബർ ആയിട്ടാകുമ്പോ അത് ബാക്കി അങ്ങനല്ല ഇത് ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെയും കൂടി ഐവിൻ്റെ ഇവിടെ ഇവിടെ തീരാണ് ബൈ ബൈ അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാൻ കാണിക്കുമ്പോൾ പുറത്തു പോകും